ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാസ്റ്റൽക്കാരിയിലാണ്, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു സ്ഥലം കാണാൻ പോകുന്നത് ഗ്ലാസ്റ്റംബറി എന്ന് പറഞ്ഞൊരു ഏരിയയാണ്, ഈ തോർന്ന് പറയും. അപ്പോൾ ഒരുപാട് വർഷത്തെ ഹിസ്റ്ററിക്കുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 3-4 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അധികം വൈകാണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങളിത് ആ സ്പോട്ടിൻ്റെ ഏകദേശം ഒരു അടുത്തെത്തിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് കാറ് നമ്മളെവിടെ ഒരു പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കണം കുറച്ച്. അപ്പോൾ കാർ അങ്ങോട്ട് കയറ്റിടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യുക, കാറ് സൈഡിൽ ഇട്ടിട്ട് ഞങ്ങളത് ഈ വഴി കൂടെ ഇങ്ങനെ നടക്കണം. ഇവിടുന്ന് കുറച്ച് ഉണ്ട് നടക്കാനായിട്ട്. പിന്നെ ഒരു കുന്നാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറേണ്ടത്. ചെറിയൊരു നടപ്പാത കേട്ടാ. അത് ഫുള്ള് റോഡാണ്, വണ്ടികളൊക്കെ ചീറിപ്പഞ്ഞ് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയാട്ടാ. ഔട്ടർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ പച്ചപ്പും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. കുറച്ചൊക്കെ നടക്കുകയാണ്. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടേ ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയിരുന്നു. കണ്ടില്ലേ, സൺസെറ്റ് ആവാറായി. അപ്പം ഞങ്ങൾ അതിന് മുന്നേ മുകളിലേക്ക് എത്താൻ പറ്റുമോ എന്നാണ് നോക്കണേ. ഇപ്പോൾ സംഭവം നമ്മൾ കാണുമ്പോൾ സിമ്പിളെന്ന് വിചാരിക്കട്ടെ, പക്ഷെ കയറുമ്പോൾ അറിയാം അതിന് ബുദ്ധിമുട്ടെന്താണ്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ കഥയ്ക്ക് ഞറന്നു വന്നു. തണുപ്പും കാര്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഈ കയറ്റൊക്കെ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിളായിട്ട് കയറാം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല പാടുണ്ട് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ഗ്ലാസ്റ്റംബറിക്ക് കിടക്കാനുള്ള മെയിൻ വാതിൽ കേട്ടോ. You do vlogs for this wall. Tired, eh? What's your experience? Good, yeah? When you've been up the Himalayas like me, I've been up Mount Everest. How are you? First thing. No, I'm only joking. No, it's very nice. All right. പുള്ളി പറഞ്ഞ ഇവിടുത്തെ ഒരു ഹിസ്റ്ററിയുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ ആർത്തറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് തുടങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പടവുകളും പിന്നെ ചെറിയൊരു വാതിലും കൂടി വന്നിട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ കടന്നു പോകാനായിട്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വലിയൊരു കുന്ന് പോലെ കേട്ടാ, കുറച്ചുകൂടി കയറ്റം അങ്ങോട്ട് കൂടും. അങ്ങനെ കയറി വന്നത് നോക്കി, നമ്മൾ ഇത്രയും മഴ കയറി വന്നു കേട്ടാ. കണ്ടില്ലേ, അത്യാവശ്യം നല്ലോണം കുന്ന് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കതച്ചിട്ടുണ്ട്. ഇനിയും കയറി പോകണട്ടോ മുകളിലേക്ക്. സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കയറി പോണത്. അവിടെ നിന്ന് ആൾക്കാർ കയറിയൊക്കെ ഇറങ്ങി വരുന്നു. ഇവിടെ ഇരിപ്പായി ഓരോരുത്തരൊക്കെ. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വ്യൂ ഒക്കെ കാണാൻ അടിപൊളി, ഒരു രക്ഷയില്ല.
ഇപ്പം തന്നെ ചെറിയ കാറ്റ്, തണുപ്പല്ല, ഒരു എന്താ പറയുക, ആ കാറ്റ് പറഞ്ഞ കാരണം കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വ്യൂ കാണാൻ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ മുകളിൽ എത്തിയിട്ടാ, കണ്ടില്ലേ, ഇത്ര ഹൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പാടൊക്കെ കാണുന്ന പോലെ ഒരു ഫീല്. പക്ഷേ ഓൾമോസ്റ്റ് Lisa. ഇതിപ്പോൾ നമ്മളത് മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടം നമ്മൾ കാണുന്നത്, കണ്ടില്ലേ, അടിപൊളി. നമ്മൾ ഈ മൂന്നാറൊക്കെ കാണൂലേ, അതേപോലെ കണ്ട ഫുള്ള് വീടുകളും കാര്യങ്ങളും, കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റടിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് കയറി പോകാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും പിന്നെ എന്താ പറയുക, ഒരാവശ്യത്തിന് അങ്ങോട്ട് കയറി പോവന്നെ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തിയിട്ട് കണ്ടില്ലേ, നമ്മൾ ആ താഴെ നിന്ന് കണ്ട നമ്മുടെ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൻ്റെ ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഭാഗം, അവിടേക്ക് നമ്മളിത് ഇപ്പോൾ എത്തിരിക്കാം കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്. ആ മലയുടെ മുകളിൽ സെൻട്രലായിട്ട് ഇതിങ്ങനെ നിൽക്കണ കാണാൻ തന്നെ. അത് കഴിഞ്ഞത് ഒരാളവിടെ നടന്നു പറഞ്ഞെങ്കിൽ ഇത് കാണാൻ നല്ല വലുപ്പാട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പിന്നെ കാണാൻ നല്ല രസമാണ്, നല്ല വെളുത്ത പോടയും നല്ല വലുപ്പവും, കാണാൻ തന്നെ നല്ല രസമാണ്. പച്ചപ്പ് നിറഞ്ഞ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടന്നു പറഞ്ഞ കാണാൻ തന്നെ ഒരു അഴകായിരുന്നു. അപ്പോൾ കേട്ടി ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഒന്ന് കുറച്ചു, പിന്നെ ആളത് നൈസായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ നോക്കി കളിക്കാനുള്ളൊരു മൈൻഡിൽ ആശാന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റിക്കാട്ടോ. Hello. See you. He's enjoying. Yeah. Thank you.
നോക്കിയപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു 3-4 പേര് അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവരിങ്ങനെ ചെറുതായി കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു നമുക്കിതൊക്കെ ആദ്യമായിട്ടില്ല നമ്മൾ കാണുന്നത് ഒരു കൗതുകം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടന്ന് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ. നമുക്ക് എന്താ പറയുക, കാറ്റം കട്ടിച്ച് ചെവിടൊക്കെ വേനെടുക്കുക. അത്രയും നല്ല കാറ്റും അത്യാവശ്യം തണുപ്പും ഉണ്ട് ഇവിടെ എത്തിയപ്പോൾ. ഇവിടെ പിന്നെ കൊട്ടും പാട്ടും കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളീസ് കൂടെ കൂടുമല്ലോ. അതേപോലെ തന്നെ ഇവിടെയും കൂടെ കൂടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്. നിബിനെ ലീസിനെ പിന്നെ അവിടെ കളി തുടങ്ങി. അത് കഴിഞ്ഞതേ മാനേജ് മൊബൈൽ മടക്കി വെച്ചതേ അവൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലും അങ്ങോട്ട് കയറി നിന്നിട്ടാ. നമ്മൾ പിന്നെ വീഡിയോ ഇതൊക്കെ എടുക്കേണ്ട കാരണം കൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിന്നു. നിബിൻ നൈസായിട്ട് ഇറങ്ങി പോകുന്നത്. പിന്നെ യാതൊരു ഇറങ്ങി പോകുന്നു. ആ കേൾക്കുന്നത് നമ്മുടെ ലീസപ്പൻ്റെ ഉള്ളി കേട്ടാ. കേടിയത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാൻസിൻ്റെ ഇതൊക്കെ മാറ്റും. പിന്നെ അങ്ങോട്ട് ബ്രേക്ക് ഡാൻസ് കണ്ടില്ലേ, ആളുടെ താളങ്ങളൊക്കെ അങ്ങനെ മാറി. രസമായിരുന്നു കേട്ടാ. ചുമ്മാ ഒരു വൈബ്. Signing off from Glastonbury. Like, share, comment, share. അപ്പം അങ്ങനെ നമ്മൾ ഗ്ലാസ്റ്റംബറി തോറതെ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ആ മനോഹരമായ കാഴ്ചകൾ പരിപാടിയൊക്കെ ഇവിടെ അവസാനിക്കാട്ടെ. അപ്പോൾ നമ്മൾ നൈസായിട്ട് പതുക്കെ ഇറങ്ങി. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി, അതായത് വെളിച്ചം പോയി തുടങ്ങി. എന്നാൽ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നമുക്ക് നടക്കാണ്ട് താഴേക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞോ, സബ്സ്ക്രൈബ്, പൊട്ടിച്ചോ. ഡിസ്ലൈക്ക് ആരും ചെയ്യില്ല കേട്ടോ. ഓക്കെ, സപ്പോർട്ട്. ബൈ.